ഹായ് ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡാറ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്ന് ചിങ്ങ 1-ാം തീയതിയാണ്, പുതിയ വർഷമാണ്. അപ്പോ ആ പുതിയ വർഷത്തില് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. വർഷം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സമാധാനവും സന്തോഷവും പ്രതീക്ഷയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്നത്തെ ദിവസം. അപ്പോ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് വീണ്ടും ഒന്ന് കാമാഖിയിൽ പോകാൻ പറ്റി. അപ്പോ ഞാൻ പുതുവർഷത്തിന്റെ വീഡിയോ ഇടാട്ടാ. പക്ഷെ ഞാൻ കഴിഞ്ഞ മാസം കാമാഖിയിൽ പോയതാണ്. ഈ മാസം അതേ സമയത്ത് വീണ്ടും എനിക്ക് അവിടെ പോയി ദേവിയെ തൊഴാൻ പറ്റി. അപ്പോ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ, എത്ര പെട്ടെന്ന് എനിക്ക് വീണ്ടും പോകാൻ പറ്റിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. നല്ല പീസ്ഫുൾ ആയിരുന്നു. കഴിഞ്ഞ തവണത്തെ അത്രയും തിരക്ക് ഇല്ലായിരുന്നു. നല്ല ദർശനം കിട്ടി. തിരക്കുണ്ട്, താരതമ്യേന അവിടെ എപ്പോഴും തിരക്കാണ്. നല്ല ദർശനം കിട്ടി. ഒരു ഫുൾഫിൽമെന്റ് വന്നിട്ടാ. കഴിഞ്ഞ തവണ വന്നപ്പം എനിക്ക് കുറച്ച് സമയം കൂടെ അവിടെ സ്പെൻഡ് ചെയ്യണമായിരുന്നു എന്നൊക്കെ ഒരു കുറച്ചുകൂടെ വേണമായിരുന്നല്ലോ എന്നൊക്കെ തോന്നി. അപ്പൊ ഈ ഒരു സമയം എനിക്ക് ശരിക്കും എനിക്കൊരു നല്ല ഒരു പരിപൂർണമായ ഒരു അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക്, അങ്ങനത്തെ ഒരു മനസ്സാണ് കേട്ടാ. അപ്പോ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് പോയത് കൊണ്ടാണ് പറയാത്തത്. പിന്നെ ഇത് ഇത്രയും പെട്ടെന്ന് ഇത് സംഭവിക്കുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടെയിരുന്നു. വീണ്ടും അങ്ങനെ പോകാൻ പറ്റുമോ? അത് പോയി അവിടെ ചെന്നാലല്ലേ ചെന്ന് എത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാത്തത്. എല്ലാരോടും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ദശമഹാവിദ്യകളുടെ അമ്പലത്തിൽ പോയി. അപ്പോ കഴിഞ്ഞ തവണ ചിന്നമസ്തയുടെ അമ്പലത്തിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയം എനിക്ക് മാത്രമാണ് പറ്റാത്തത് കേട്ടോ. അപ്പൊ ഈ സമയം ഞാൻ ചിന്നമസ്ത ദേവിയുടെ അമ്പലവും ഒക്കെ പോയി. നല്ല ഒരു യാത്രയായിരുന്നു. ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് ഒരു യാത്ര തന്നെയായിരുന്നു. നമുക്ക് നോക്കാം. ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് അവിടുത്തെ സീനറീസ് മാത്രം കേട്ടോ, വേറെ ഒന്നും അവിടെ ഇരുന്ന് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, എടുക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ കുറെ സീനറി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് ഏതെങ്കിലും ഒരു വീഡിയോയുടെ കൂടെ ഒക്കെ ഞാൻ ഇട്ടുതരാം, ഷോർട്സ് ആയിട്ട് വിട്ടുതരാം. അപ്പൊ ഇന്ന് നമുക്കിപ്പോ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. 10 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങള് വളരെയേറെ ദുർഘടം പിടിച്ച ഒരു യാത്രയുടെ അവസാനത്തിലെത്തി എന്നാണ് കാണുന്നത്. അത് എന്റെ ആക്കി. നിങ്ങൾ ആഗ്രഹിക്കാതെ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ മതിയാക്കി. ചിലപ്പോ അത് ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ജോലി ചെയ്യുന്നതായിരിക്കാം, ചില കൂട്ടുകെട്ടുകളായിരിക്കാം, ചില ബന്ധങ്ങൾ നിങ്ങള് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറ്റാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നു, അവിടെ നിന്ന് പുറത്തിറങ്ങാൻ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോ ഇതില് നിങ്ങള് പുതിയ സന്തോഷം കണ്ടെത്തുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്ന ഒരു സമയമാണ്. കാരണം നമ്മളെ മാത്രം നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പൊ വേറെ ആരും ഇല്ലെങ്കിലും നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു വിശ്വാസം നമുക്ക് വരുന്നു. ഒരു ആത്മവിശ്വാസം വരുന്ന ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങളൊരു പുതിയ ഒരു സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു സമയം, അതായത് സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ് കാണുന്നത്. പിന്നെ നിങ്ങള് കുറെ കാലം കൊണ്ട് നടന്നിരുന്ന ഒരു ഭാരം, അത് നിങ്ങൾ ഇറക്കി വെക്കുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇത് ഒരു വേദനയാണ് കേട്ടോ. ഒരുപാട് കാലം നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന വേദന, അത് നിങ്ങളത് റിലീസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ അത് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞ് നിങ്ങൾ റിലീസാക്കി കളഞ്ഞിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇനി ആ ഒരു ഭാരം കൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി നിങ്ങളത് റിലീസ് ചെയ്ത് കളഞ്ഞു. അത് തനിയെ തന്നെ ചിലപ്പോൾ ദൈവം ചെയ്തതായിരിക്കും. ഇപ്പൊ ചില വേദനകൾ നമ്മൾ വിചാരിച്ച അത് റിലീസാക്കാൻ പറ്റൂല. അപ്പൊ അത് ദൈവം തന്നെ ചെയ്തതായിരിക്കാം.
അപ്പോ ചിലപ്പോ ചില ആൾക്കാർക്ക് ഒരു അഡിക്ഷൻ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. അത് നിങ്ങള് ഹെൽത്തി അല്ലാത്ത എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ കുടുങ്ങി കിടന്നിരുന്നെങ്കിൽ ചിലപ്പോ അത് റിലേഷൻഷിപ്പ് ആകാം, ചിലപ്പോ കൂട്ടുകെട്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോ ഇത് നിങ്ങൾ എന്തെങ്കിലും മൊബൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നമുക്ക് ആരോഗ്യകരമല്ലാത്ത എന്തോ ഒരു കാര്യം, നമ്മളെ വഴിതെറ്റിക്കുന്ന ഒരു കാര്യം, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം, അങ്ങനത്തെ ഒരു ചിന്താഗതിയാകാം. അപ്പൊ അത് നിങ്ങൾ എൻഡ് ആക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ കുറെ കാലം കൊണ്ട് വിചാരിച്ചിട്ടും പറ്റാത്തൊരു കാര്യം ഈ ഒരു സമയം നിങ്ങൾ വളരെ റിസ്ക് എടുത്ത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി അത് ചെയ്ത് തീർക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നല്ല കാര്യം. അപ്പൊ ആദ്യം തന്നെ വന്നിട്ടുള്ള പിന്നെ ഫോഴ്സിന്റെ എനർജിയാണ്. അപ്പോ ചെറിയ കാര്യമല്ല നിങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. നൈറ്റ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. അപ്പൊ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ, നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് ഒരു വളർച്ച ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്കതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഇതില് കുറെ കാലം കൊണ്ട് മുടങ്ങി കിടന്നിരുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയും അത് വളരെ സ്പീഡിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു ഇതാണ് കാണുന്നത് കേട്ടോ. ചിലപ്പോ കുറെ നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയായിരിക്കാം. ഇതൊരു യാത്രയുടെ എനർജിയാണ് കാണുന്നത്. പിന്നെ ബുദ്ധിപൂർവമായ എന്തോ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പം ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു ഫാക്ടർ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. സോറി, നിങ്ങൾ വിചാരിക്കാത്ത ഒരു മാറ്റമാണ് കേട്ടോ. പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് ജീവിതത്തിൽ. നമ്മൾ വിചാരിക്കാത്ത പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ഇന്നത്തെ ദിവസം നിങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നു. അത് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളെടുത്ത തീരുമാനം ശരിയാണോ എന്ന് നിങ്ങളൊന്ന് വീണ്ടും ഒന്ന് ആലോചിക്കുക, ഒന്ന് നോക്കുക. നമ്മള് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് പിന്നീടാണ് നമുക്കത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പൊ നിങ്ങൾ എടുത്ത തീരുമാനം ശരിയാണോ എന്ന് ഒന്നുകൂടി നിങ്ങളൊന്ന് ആലോചിക്കുക. ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പോ ഇതില് ഒരു എല്ലാ കാര്യവും അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാര് ഇത് മതിയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടും മാത്രം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാളാണോ? അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ആ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അതേ അളവിൽ തിരിച്ചു തരുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു റിവ്യൂ ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു ചില കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടാത്ത കാര്യങ്ങൾ ഹീലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ആ ഒരു ഫെമിനൈൻ എനർജി അത് ശരിക്കും അത് സോറി പല സമയങ്ങളിലും ഈ ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് അതായത് ഹീലിംഗ് എനർജി. അപ്പൊ നിങ്ങളുടെ ഒരു ഹീലിംഗിന്റെ ആ ഒരു ഫേസ് ഈ ഒരു സമയം ശരിക്കും അതാണ് നിങ്ങളെ വഴിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇതില് ഹീലിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വെള്ളം മാറി കുളിച്ചോണ്ടായിരിക്കും കേട്ടോ. ഒരു തൊണ്ടയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഹീല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് ഈ ഒരു സമയം നിങ്ങൾ ഒരു ഹീലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. കാരണം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അത് ചെയ്യുന്നു. നിങ്ങൾ തന്നെ ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഠിച്ചില്ലെങ്കിൽ പോലും ആൾറെഡി നിങ്ങളിൽ ഒരുപാട് ആൾക്കാരും ഒരു ഹീലിംഗ് എനർജി ഉണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ട്. അപ്പോ ഇപ്പൊ എല്ലാരും എല്ലാം നമുക്ക് ട്രഡീഷണൽ ആയിട്ട് തന്നെ പഠിക്കണം എന്നൊന്നുമില്ല. അപ്പോ പല ആൾക്കാരും പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അത് ഈ ഒരു സമയം നിങ്ങൾക്ക് ശരിക്കും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ സെൽഫ് ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഈ പഠിക്കാതെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ പിന്നെ
പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് മാത്രം ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇതൊന്നും തിരിച്ചു കിട്ടാത്തത്? അപ്പൊ എവിടെയോ ഒരു തരി വേദന അതിലുണ്ട്. നമുക്ക് തിരിച്ചു കിട്ടാത്തതിൽ എന്തോ ഒരു വേദനയുണ്ട്. അപ്പൊ അത് ഹീൽ ചെയ്യണം എന്നാണ് കേട്ടോ. ചിലപ്പോ നമ്മൾ വിചാരിക്കും ഞാൻ ഇതൊന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ എനിക്കത് വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോ ഈ ഒരു സമയം നിങ്ങള് ഈ നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ തിരിച്ചു കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകണം. അത് ആ ഒരു വേദന നിങ്ങൾ ഹീൽ ചെയ്ത് കളയണം എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പൊ ഡീപ്പായിട്ടുള്ള സൈക്കിക് ഇൻസൈറ്റ്സ് ഉണ്ടാകും. ശരിക്കും ഇൻഡ്യൂഷൻ ഒരുപാട് ഒരു വളരെ കൂടുന്ന ഒരു സമയമാണ് കേട്ടാ. നിങ്ങളുടെ മനസ്സിൽ ഒരു ഗട്ട് ഫീലിംഗ് പോലെ എന്ത് തോന്നിയാലും അത് സത്യമായിരിക്കും. അങ്ങനത്തെ ഒരു സമയമാണ്. പക്ഷെ അത് നമ്മൾ കെയർഫുള്ളി തന്നെ നിരീക്ഷിക്കണം. നമ്മുടെ ഭയം അല്ല ഒരിക്കലും. ഭയം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡ്യൂഷൻ അല്ല. ഭയം കൊണ്ടാകുന്ന ചിന്തകളും ഇൻഡ്യൂഷൻ അല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ചില സുഹൃത്തുക്കളുമായിട്ടോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ വീണ്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിക്കണം എന്നാണ് കേട്ടോ. നമ്മളെല്ലാം ഹൃദയത്തോട് മാത്രം ചോദിച്ചിട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ശരിക്കും ഇപ്പോ അങ്ങോട്ട് മാത്രം കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മള് ഹൃദയത്തോട് മാത്രം ചോദിച്ചിട്ട് ഓരോ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പാടില്ലെന്നാണ് കാണുന്നത്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൂടി നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിട്ടുള്ളത്. കുറേ കാര്യങ്ങൾ മുടങ്ങിക്കിടന്ന കുറേ കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു സമയമായി എന്നുള്ളതാണ്. ഇന്ന് 1-ാം തീയതിയും കൂടിയാണ്. അപ്പോ ചിങ്ങം മാസവും 1-ാം തീയതിയാണ്. അപ്പോ ഇതില് ചിലപ്പോൾ കഴിഞ്ഞ മാസം കർക്കിടക മാസം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും എനിക്ക്. അപ്പൊ അത് ഈ ഒരു മാസം നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ഒന്നുകിൽ പുതിയതായിട്ട് തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്തോ നിർത്തി വെച്ചിരുന്നത് വീണ്ടും ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം മുതൽ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പം പിന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വിജയം ഉണ്ടാകുന്നു, ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു നല്ല പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പിന്നെ മാത്രമല്ല, ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഒരു വീടോ വാഹനമോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റെപ്പ് എടുത്താൽ ബാക്കി ദൈവം ചെയ്തോളും, അത് നടത്തിക്കോളും. അപ്പോ നിങ്ങൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്ന ഒരു എനർജിയാണ്. ഒരു യാത്രയുടെ ഒരു ഇത് കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസമോ ഈ അടുത്ത ദിവസങ്ങളിലോ നിങ്ങൾ ഇവിടെ ഒരു യാത്ര പോകുന്നു എന്നാണ് കാണുന്നത്. ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോ നിങ്ങൾക്കൊരു റെക്കഗ്നിഷൻ കിട്ടുന്നു. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ജോലിയുടെ ഒരു ക്വാളിറ്റി കാരണം നിങ്ങൾക്ക് റെക്കഗ്നിഷൻ കിട്ടുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു വർക്ക് അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു വൈബുള്ള ആൾക്കാർ, നിങ്ങളുടെ വൈബുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് നിന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്കൊരു പേരും പ്രശസ്തിയും ഒക്കെ കിട്ടുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഇതിനകത്ത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഈ ഒരു സമയം പുറത്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നാണ് കാണുന്നത്. അപ്പോ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു സമയമാണ്. നല്ല പ്രതിഫലം കിട്ടുന്ന ഒരു സമയമാണ്. അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പ്രതിഫലം കിട്ടുന്നു എന്നാണ് കാണുന്നത്. അപ്പോ നിങ്ങളുടെ ടാലന്റ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ബിസിനസ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കഴിവുകൊണ്ട് ചെയ്യുന്നതാണല്ലോ. അതിനൊക്കെ നല്ല പ്രതിഫലം കിട്ടുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ അത് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ കഴിവ് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. അതില്
പിന്നെ ഇതിൽ എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കുക. ഈ ഇന്നത്തെ ദിവസം നമ്മൾ എല്ലാം ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് ചിന്തിച്ചിരുന്നതിൽ നിന്നും നിങ്ങൾക്ക് പറ്റുമെന്നുള്ള ആൾക്കാരുടെ സഹായം നിങ്ങൾക്ക് തേടാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സഹായം സ്വീകരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്. 10 ഓഫ് പെന്റാക്കിൾസിന്റെ എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത്. നിങ്ങളൊരു വിവാഹത്തിന് പോകുന്ന ഒരു എനർജിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തില് എന്തെങ്കിലും ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നതിന്റെ ഒരു സന്തോഷത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങള് കുറച്ച് എഫേർട്ട് എടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ മാത്രല്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കൂട്ടുകിട്ടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ. അപ്പോ ഇതൊരു ഇന്നത്തെ ചിങ്ങമാസത്തെ ഈ ദിവസത്തെ ഒരു എനർജി വളരെ നല്ലതാണ്. അപ്പം ഈ പുതിയ വർഷത്തെ ഒരു റീഡിങ് ഞാൻ ഇന്നോ നാളെയോ അപ്ലോഡ് ചെയ്യട്ടാ. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഈ ഒരു മാസവും ഈ ഒരു വർഷം മുഴുവനും പുതിയ വർഷവും ഏറ്റവും നല്ലതായിട്ടിരിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ദേവിയുടെ അനുഗ്രഹം പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാൻ അവിടുത്തെ എന്റെ എക്സ്പീരിയൻസ് ഇടയ്ക്ക് വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എവിടെ പോണത്, നമുക്ക് ശരിക്കും നല്ല നല്ല ഒരു സ്ട്രെങ്ത് ആണ് കേട്ടോ. നമുക്ക് ഒരു പ്രത്യേക എനർജി ഉണ്ടാവും നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പം. നമ്മളുടെ കുറെ ബ്ലോക്കേജസ് ഒക്കെ മാറിപ്പോവും. നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ റിലീസാവും. മാത്രമല്ല ക്രിയേറ്റിവിറ്റിയുടെ ഒരു എനർജിയാണ് നമുക്ക് കൂടുതൽ ഉണ്ടാകുന്നത് അവിടെ. അപ്പോ നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അത് ശരിക്കും ഈ ഒരു സമയം അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നാണ് കേട്ടാ. ഈ ഒരു സമയം നമുക്ക് കാമാഖ്യ ദേവിയുടെ ഒരു എനർജി വെച്ചിട്ട്. അപ്പൊ അത് നിങ്ങൾക്കും അങ്ങനെയാണ്. ഈ ഒരു സമയം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. മറ്റുള്ളവർ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയമാണ്. മറ്റുള്ളവർ റിവാർഡ് തരുന്ന ഒരു സമയമാണ്. മറ്റുള്ളവർക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ, നിങ്ങളെ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകാം കാര്യങ്ങളൊക്കെ. ഇതുവരെ അംഗീകരിക്കാത്ത ആൾക്കാരിൽ നിന്നൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അംഗീകാരം കിട്ടൂട്ടാ. അതൊരു ഇപ്പം എനിക്ക് അങ്ങനെ കിട്ടിയൊരു മെസ്സേജാണ്. അങ്ങനെ ഉണ്ടാകട്ടെ. അപ്പൊ ഇന്നത്തെ ദിവസം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ ഇതുവരെ അംഗീകരിക്കാൻ പറ്റാതിരുന്ന ചില ആൾക്കാർ ഇന്നത്തെ ദിവസം അവർക്ക് നിങ്ങളെ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകാം. അത് കൂടുതലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ക്രിയേറ്റീവ് എനർജി ആയിരിക്കാം. ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യമായിരിക്കാം. അപ്പൊ താങ്ക് യു. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.